ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീടും പ്ലാനും സെഗ്മെന്റിലുള്ള മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പേജ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മുടെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അതൊരു പ്രചോദനകരമായിരിക്കും. എനിവേ, എവരിവൺ, വെൽക്കം ടു ദി വീഡിയോ. ഇതൊരു നോർത്ത് ഫേസിംഗ് ആയിട്ട് വരുന്ന ഒരു 3400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഡബിൾ സ്റ്റോറി ആയിട്ട് വരുന്നു. കംപ്ലീറ്റ് കൊളോണിയൽ സ്റ്റൈലിൽ ഉള്ള ഒരു ഡിസൈനാണ് ഈ വീടിന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റും അങ്ങനെയായിരുന്നു. എനിവേ, ഫസ്റ്റ് ഇതിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു W6 സീറ്റർ ആയിട്ടുള്ള ഒരു വിൻഡോ, 6 പാളി വരുന്ന ഒരു വിൻഡോയാണ് നമ്മൾ ഫ്രണ്ടിൽ കൺസിഡർ ചെയ്ത് പോയിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിൽ ഒരു സിങ്ക് ബെഡ് വരുന്നുണ്ട്. പിന്നെ ഈ പ്രൊവിഷനിലൊക്കെ നമുക്ക് ചെയർ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഷൂ റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഷൂ റാക്ക് ഇവിടുന്ന് ഇത് മാറ്റി ഇവിടെ ഷൂ റാക്ക് ഒരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇവിടെ ചെയർസ് പ്ലേസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ നല്ല വീതിയിൽ ഒരു സ്റ്റെപ്പ് വേണമെന്നുള്ള ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. സിറ്റൗട്ടിനോട് ചേർന്ന് തന്നെ ആണ് നമ്മുടെ കാർ പോർച്ച് വന്നിട്ടുള്ളത്. കാർ പോർച്ച് ഇച്ചിരി വിഡ്ത്തിലാണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 2 വീലർ, സൈക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനും കാറിനോടൊപ്പം തന്നെ. അവിടുന്ന് നേരെ ഒരു പാസേജ് കൺസെപ്റ്റിലാണ് ഇൻസൈഡിലേക്കുള്ള ഒരു അപ്രോച്ച് വന്നിട്ടുള്ളത്. ആ പാസേജ് കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോകുന്നു. അപ്പം അതിൻ്റെ ഒരു ലെഫ്റ്റ് കോർണറിലായിട്ട് ആണ് സിറ്റ് ഔട്ട് വരുന്നതും, അതുപോലെ ഫോമൽ ലിവിങ് വരുന്നതും, അതുപോലെ ഫാമിലി ലിവിങ് വരുന്നതും എല്ലാം. അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നുണ്ട്. അതുപോലെ വീണ്ടും അവിടുന്ന് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിലേക്ക് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണിലേക്ക് ഒരു ആക്സസ് വരുന്നു. അത് ഡൈനിങ് റൂമിൽ വന്ന് എൻഡ് ചെയ്യുന്നു. പിന്നെ ഡൈനിങ് റൂമിൽ നിന്ന് 2 സ്റ്റെപ്പ് സ്റ്റെയർ കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്ന് ഈ മെയിൻ സ്റ്റെയർ കേസും, 2 ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റീൽ സ്റ്റെയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ നമ്മളൊരു മെസനൈൻ ഫ്ലോർ കൊടുത്തിരിക്കുക. ഡബിൾ സ്റ്റോറി ആണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഇടയിലായിട്ട് ഒരു ഫ്ലോർ മെസനൈൻ കൺസെപ്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു. അതൊരു റിക്രിയേഷണൽ ഏരിയ ആയിട്ടാണ് ഈ ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈബ്രറിയോ ഒരു റിക്രിയേഷണൽ സ്പേസോ ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പൊസിഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഗ്രൗണ്ടിന്റെ ഫസ്റ്റിന്റെ മിഡിൽ വരുന്നതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കും ഒരു വിസിബിലിറ്റി ഉണ്ട്, അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കും ഒരു വിസിബിലിറ്റി ഉണ്ട്. പിന്നെ അതിന്റെ ടോപ്പ് വരുന്ന ഏരിയ ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല വിശാലമായ ഒരു സ്പേസ് ആണ് അവിടെ നമുക്ക് കിട്ടുക. ഫോമൽ ലിവിങ്ങിൽ ജസ്റ്റ് നത്തിങ്, ഒരു ഫോട്ടോ വാൾ കൊടുത്തിട്ടുണ്ട്. വേറെ TV കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഫോമൽ ആയിട്ടുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എൽ ഷേപ്പിൽ ഈ സോഫ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളതും. നോർത്ത് സൈഡിലേക്ക് നമുക്ക് ഇവിടെ TV യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സ്പേസിലേക്ക്, അതായത് ഈസ്റ്റ് സൈഡിലേക്ക് പ്രയർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ടും ഓരോ W2 ഓപ്പണിംഗും ഉണ്ട്. ഇങ്ങനെയാണ് ഫാമിലി ലിവിങ് ഏരിയയുടെ ഒരു അറേഞ്ച്മെന്റ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഫോമൽ സ്പേസിലേക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചു പോയിട്ടുള്ള ഒരു കാര്യം പ്രൈവസിയുടെ കാര്യമാണ്. പ്രൈവസി എന്ന് പറയുമ്പം നമുക്ക് ഒരു ഫോമൽ ആയിട്ടുള്ള ഏരിയ, സിറ്റ് ഔട്ട്, ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് സ്പേസ് ചെയ്യുന്നത്, ബെഡ്റൂം, അതുപോലെ ഫാമിലി ലിവിങ്, ഇവിടെ നിന്ന് ഒരു അങ്ങോട്ടേക്ക് ഒരു ആക്സസ് വരാതിരിക്കുക, ഒരു എൻട്രി വരാതിരിക്കുക എന്നുള്ളതാണ് പ്രൈവസിയിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ഫ്രണ്ടിലേക്ക് വരുന്ന ബെഡ്റൂമിൻ്റെ പോലും നമ്മുടെ വന്ന് ഇറങ്ങുന്നത് ഫാമിലി ലിവിങ്ങിലേക്കാണ്. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ഡൈനിങ് അങ്ങോട്ടൊക്കെ ഉള്ള ഒരു മൂവ്മെന്റ് വരിക. ഈ സ്റ്റെയർകേസ് ഏരിയയെ നമ്മൾ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തു എന്ന് നോക്കിയാൽ, ഡൈനിങ്ങിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസിൽ മാറി കോമൺ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ബിലോ കൊടുത്തിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ അതൊരു കംപ്ലീറ്റ് ലോണ്ടറി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന പോലെ ഈ ഏരിയയിൽ നമ്മൾ ഒരു അയൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈറ്റ് കുറഞ്ഞു വരുന്ന ഈ ഒരു പ്രൊവിഷനിലാണ് ഇൻവെർട്ടർ, CCTV ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു പ്രൊവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡൈനിങ് സ്പേസ് വന്നു കഴിഞ്ഞാൽ
ഒരു 8 സീറ്റർ ഡൈനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു വോൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ ആ മെസനൈനിലേക്ക് കയറാനുള്ള ആ സ്റ്റെപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. പിന്നെ ഡൈനിങ്ങിൽ നിന്ന് ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഒരു വരാന്തയിലേക്ക് അത് ഇറങ്ങാം. ആ വരാന്ത ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം അവിടെ ചെയറിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുതന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ആക്സസ് കൊടുത്ത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാവുന്ന പോലെയാണ് അതും കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ്ങിൽ നിന്നും ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാവുന്നത് പോലെയാണ് ഈ റിക്രിയേഷണൽ ഏരിയയുടെ ബോട്ടം, ഈ മെസനൈൻ ഫ്ലോറിന്റെ ബോട്ടം വന്നിട്ടുള്ളത്. കിച്ചൺ പറയുമ്പോൾ കിച്ചണിൽ ഒരു ഐലൻഡ് കിച്ചണുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എൽ ഷേപ്പിൽ കൗണ്ടർ സ്പേസും ഉണ്ട്. കിച്ചണിൻ്റെ കുക്കിങ്ങും മറ്റു കാര്യങ്ങൾക്കും ബർണറും വാഷ് ബേസിനും ഒക്കെ ആയിട്ട്. അവിടുന്ന് പാസേജ് പോലെ ഒരു യൂട്ടിലിറ്റിയിലേക്ക് പോകുന്നു. ആ യൂട്ടിലിറ്റിയുടെ ഇടയിലായിട്ടാണ് നമ്മൾ ഒരു സ്റ്റോറേജ് ഏരിയ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റോറേജ് ഏരിയ സ്ലൈഡിംഗ് ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആ സ്റ്റോറേജിനെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലയൻറ്റിന് പർട്ടിക്കുലർലി ഉള്ള ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഓപ്പൺ കിച്ചൺ ആകരുത്, ക്ലോസ്ഡ് കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ കട്ടൗട്ട് കൊടുത്ത് ആണ് ലാൻഡിംഗ് സ്പേസ് ടിപ്പിക്കലി ഗ്രൗണ്ടിലെ വരുന്ന പോലെ ലിവിങ്, ഡൈനിങ്, ഫാമിലി ലിവിങ്, ഫോമൽ ലിവിങ് ഒക്കെ വരുന്ന പോലെ ടിപ്പിക്കലി ഒരു സ്ലാബ് വാർത്ത ഒരു ഹോള് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല. ഇവിടെ ഡബിൾ ഹൈറ്റ് കൊടുത്ത് ഒരു ബ്രിഡ്ജ് കൺസെപ്റ്റിൽ പാസേജ് വഴിയാണ് നമ്മുടെ ബെഡ്റൂംസിലേക്കും ബാൽക്കണിയിലേക്കും ഒക്കെ കണക്ട് ആവുന്നത്. സ്റ്റെയർകേസിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന ഏരിയ അല്ല. അതിന് പകരം നമ്മൾ മെസനൈനിലൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും ഫോമൽ ലിവിങ്, ഫാമിലി ലിവിങ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബാൽക്കണി സ്പേസും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ അതുകൊണ്ടൊരു ലോങ് ഹോളിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് വീടിനൊരു വിശാലത ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈറ്റ്, ഡബിൾ ഹൈറ്റ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ കട്ടൗട്ടുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സ്റ്റെയർ കേസ് കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ലാൻഡിങ്ങിൽ നിന്ന് നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ആക്സസ് ചെയ്യാം. ഈ പാസേജ് വഴി വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിലേക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ ഈ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. വീണ്ടും ഈ പാസേജ് വഴി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂം 3ലേക്ക് എൻട്രൻസ് ഉണ്ട്. പിന്നെ ബാക്കിൽ വരുന്ന ഈ ഓപ്പൺ ടെറസ് ബാക്ക് സൈഡിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു എക്സ്റ്റൻഡഡ് സ്റ്റെയർ കേസ് കൊടുത്താണ് നമ്മൾ ഈ ഓപ്പൺ ടെറസ് ആക്സസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ പ്ലാന്റെ വിശേഷങ്ങൾ. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും 3400 സ്ക്വയർ ഫീറ്റോളം വരുന്നു, നോർത്ത് ഫേസിംഗ് ആയിട്ട്. അപ്പം നമുക്ക് ഇതിന്റെ 3D വ്യൂവിലേക്ക്, 3D വ്യൂവിലേക്ക്, എലിവേഷൻ സൈഡിലേക്ക് ഒന്ന് പോവാം. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കൊളോണിയലാണ്. കൊളോണിയൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പോലെയുള്ള ഈ ആർച്ചുകള്, അതുപോലെ ഈ കോളംസിലൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ബോർഡർ വർക്ക്, ബീഡിങ് വർക്കുകൾ, ഈ ആറ്റിക്സിലൊക്കെ കൊടുത്തിരിക്കുന്ന ബോർഡേഴ്സ്, ഓർണമെന്റൽ ആയിട്ടുള്ള ഡിസൈൻസ്, അതുപോലെ ഈ പ്രൊജക്ഷൻസ് എല്ലാം ഈ കൊളോണിയലിന്റെ ഒരു മെയിൻ ഫാക്ടറാണ്. മുമ്പ് ഞാൻ ആ സിറ്റ് ഔട്ട് പറഞ്ഞ പോലെ ഇവിടെ നമ്മളൊരു ഒരു സിങ്ക് ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ പ്ലാന്റേഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ നമ്മളൊരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വിൻഡോസ് വരുന്നതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നമുക്ക് ചെയർ കൊടുക്കാം. അതുപോലെ ഈ കോളംസിന്റെ ബാക്കിൽ ഇവിടെ ഒരു സീറ്റിംഗ് കം ഷൂ റാക്ക് ഒരു പ്രൊവിഷൻ കൊടുക്കാനുള്ളതാണ്. പിന്നെ ഒരു മെയിൻ ഡോറ് കയറുന്നു. ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എല്ലാം 8 ഫീറ്റിലാണ്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ മിക്കവാറും 8 ഫീറ്റിലാണ് ലിൻഡൽ ഹൈറ്റ്. ഡോസിൻ്റെ വിൻഡോസിൻ്റെ എല്ലാം ഹൈറ്റ് 8 ഫീറ്റാണ് കൊടുക്കുന്നത്. സാധാരണ 7 ഫീറ്റിൽ കൊടുക്കുന്നത്. അതുപോലെ ഒരു ഡിസൈന് കാർ പോർച്ചിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാർ പോർച്ചും ആ കൊളോണിയലിൻ്റെ ഒരു എഫക്റ്റ് വരുന്ന വിധത്തിലാണ് കാർ പോർഷൻ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ 360 ഡിഗ്രി ഉള്ള ഒരു വ്യൂ. അതുപോലെ ഗേറ്റ് ബൗണ്ടറികൾ ഉൾപ്പെടെ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം ലൈറ്റ്സ് ആണ്. ഓരോ പില്ലേഴ്സിൻ്റെയും ടോപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബൗണ്ടറി വാൾ ലൈറ്റുകളാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്കത് ഉപകാരപ്രദമായാൽ തീർച്ചയായും ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.